അഡ്രിയാൻ നിക്കോളാസ് ലൂന ലെറ്റിമാർ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സ് അർഹിക്കുന്നതിനേക്കാൾ കമ്മിറ്റ്മെന്റും സ്നേഹവും ആരാധകരോടും ക്ലബിനോടും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. പക്ഷേ ഈ ലൂണയെ പോലും ഇവിടുത്തെ മാനേജ്മെന്റ് ഒരു കറവ പശുവിനെ പോലെ പിഴിഞ്ഞുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുതയും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകു തുന്നിപ്പിടിപ്പിച്ചത് അഡ്രിയാൻ നിക്കോളാസ് ലൂന ലെറ്റിമാർ എന്ന യുവഗേൻ താരമായിരുന്നു. ഈ മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒട്ടും ചേർന്നല്ല. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സമയം മുഴുവനും തന്റെ ശരീരത്തിലെ അവസാനത്തെ തരി ഊർജ കണിക പോലും അദ്ദേഹം കളിക്കളത്തിൽ തന്റെ രക്തം വിയർത്തുള്ളികളായി ഇറ്റിച്ചു വീഴ്ത്തിയിരുന്നു. ആ മനുഷ്യൻ കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തുപോയി പണിയെടുക്കുകയും ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ ലൂണയെ മറ്റ് ക്ലബിലേക്ക് കളിക്കാൻ വേണ്ടി തൂക്കി വെക്കുകയായിരുന്നു. ലൂണയ്ക്ക് മാച്ച് ഫീ കൊടുക്കാൻ കഴിയാതെ ഇവന്മാര് ലൂണയെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് മറിച്ചു നൽകുകയായിരുന്നു. പക്ഷെ എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാൻ തന്നെ ആ മനുഷ്യൻ മനസ്സ് കാണിക്കുമ്പം അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ വിൽക്കാൻ പോവാണല്ലോ, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ഇവർ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്തും ഇവരുടെ പ്രൈസ് പോയിന്റ് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അഡ്രിയാൻ ലൂണ എന്ന താരത്തിന്റെ കോൺട്രാക്ട് ആണ്. ലൂണയെ കൂടാതെ ബാക്കി 12 താരങ്ങളും കൂടി ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് പ്രമുഖര് നമ്മുടെ ഹോമി, നവോച്ച സിംഗ്, ജഗന്നാഥ്, പിന്നെ നമ്മുടെ ഗോൾ കീപ്പേഴ്സ്, പിന്നെ ആരൊക്കെ ആയിരുന്നു, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എബിൻ ദാസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പുള്ളി അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വിദേശ താരങ്ങൾ അഡ്രിയാൻ ലൂണ അല്ലാതെ വേറെ ആരുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ഇപ്പോഴും അഡ്രിയാൻ ലൂണയെ വെച്ച് ബാർഗെയിൻ ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ പുറത്തേക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ പ്രചരിക്കുന്ന റൂമറുകളാണ്. എങ്കിൽ പോലും അഡ്രിയാൻ ലൂണ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്ട് പ്ലെയർ ആണ്. ലൂണയും മറ്റു താരങ്ങളെയും വിറ്റഴിക്കുന്ന ലൂണയും മറ്റു താരങ്ങളെയും കൂടി വെച്ചിട്ട് ഇവർ വിലപേശുന്നത് കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആസ് എ ഫാൻ വല്ലാത്തൊരു ഡിലമാറ്റിക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പറ്റുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു.